So today we are going to discuss about forfeiture of shares, and forfeiture of shares means cancellation of shares due to non-payment of allotment money or call money within a specified period. ഒരു പെർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ ഷെയർ ഹോൾഡേഴ്സ് അലോട്ട്മെൻറ്റ് മണിയോ കോൾ മണിയോ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ലെങ്കിൽ അവരുടെ ഷെയർസ് കമ്പനിക്ക് ഫോർഫീറ്റ് ചെയ്യാം, അതായത് ക്യാൻസൽ ചെയ്യാം. ആൻഡ് എ കമ്പനി ക്യാൻ ഫോർഫീറ്റ് ദ ഷെയർസ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഓതറൈസ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കമ്പനിക്ക് അതിന് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇത് ചെയ്യണമെങ്കിൽ ദ കമ്പനി ഹാസ് ടു ഫുൾഫിൽ സർട്ടൻ നെസസറി formalities and legal procedure, and the procedure is mentioned in the company's articles of association. Articles of associationൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇനി if അത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ the provisions of table F of the Companies Act 2013 are to be followed. And let's see the procedure of forfeiture of shares. The first procedure എന്ന് പറയുന്നത് memorandum to each defaulter. ഫസ്റ്റ് ഓഫ് ഓൾ കമ്പനി ഡിഫോൾട്ടർ വരുത്തിയ ഷെയർ ഹോൾഡേഴ്സിന്, അവരെ ഡിഫോൾട്ടേഴ്സ് എന്ന് പറയും, ഡിഫോൾട്ടേഴ്സിന് മെമ്മോറാൻഡം സെൻഡ് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ്, ലിസ്റ്റ് ഓഫ് ഡിഫോൾട്ടേഴ്സ്. ദ കമ്പനി സെക്രട്ടറി ഷുഡ് പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഓൾ ദ ഡിഫോൾട്ടേഴ്സ് ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രസൻറ്റഡ് in board of directors meeting for taking further action. And the third procedure, notice to the defaulters. A notice is sent to the defaulters by the company's directors through a registered post and provided a last opportunity to pay the dues within 14 days of receipt of this notice. അതായത് ഡിഫോൾട്ടേഴ്സിന് നോട്ടീസ് സെൻഡ് ചെയ്യണം ത്രൂ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി, ആൻഡ് ഇത് അവരെ അറിയിക്കുന്നതാണ് വിത്തിൻ 14 ഡേയ്സ്. ഈ റെസിപ്റ്റ് കിട്ടിക്കഴിഞ്ഞ് 14 ഡേയ്സിൻ്റെ ഉള്ളിൽ അവർ ഡ്യൂസ് എല്ലാം പേയ്മെൻറ്റ് നടത്തണമെന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ദെൻ റെസൊല്യൂഷൻ ഫോർ ഫോർഫീച്ചർ, ആൻഡ് ദ ഷെയർസ് ഫോർഫീറ്റ് ചെയ്യുന്നത് ആഫ്റ്റർ പാസിംഗ് എ റെസൊല്യൂഷൻ ഫോർ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഇൻ ദ മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ദെൻ ഇൻഫോർമേഷൻ ഓഫ് ഫോർഫീച്ചർ. Information of forfeiture of shares is sent to the related shareholders. They are asked by the company to return the share certificates. നമുക്കറിയാം, ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനി വിൽ ഇഷ്യൂ ദ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ടു ദാറ്റ് പെർട്ടിക്കുലർ ഷെയർ ഹോൾഡേഴ്സ്. ആൻഡ് ഇത് ഫോർഫീച്ചറിൻ്റെ സമയത്ത് കമ്പനി അവരിൽ നിന്ന് ആവശ്യപ്പെടുകയാണ് ഈ ഷെയർ സർട്ടിഫിക്കറ്റ്സ് എല്ലാം റിട്ടേൺ ചെയ്യണമെന്ന് പറയും. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ദ റിമൂവൽ ഓഫ് നെയിംസ്. ഈ ഷെയർസ് ക്യാൻസൽ ചെയ്ത ശേഷം ഈ റിലേറ്റഡ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ നെയിംസ് എല്ലാം ഷെയർ ഹോൾഡേഴ്സ് രജിസ്റ്ററിൽ നിന്നും റിമൂവ് ചെയ്യും. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ദ ട്രാൻസ്ഫർ ഓഫ് ഫോർഫീറ്റഡ് എമൗണ്ട്. ദ എമൗണ്ട് റിസീവ്ഡ് ഓൺ ഫോർഫീറ്റഡ് ഷെയർസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. അതായത് ക്യാൻസൽഡ് ഷെയർസിൽ നിന്ന് കിട്ടിയ എമൗണ്ട് നമ്മളൊരു പുതിയ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ആൻഡ് ദാറ്റ് അക്കൗണ്ട് ഇസ് നോൺ ആസ് ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ട്. ആൻഡ് ഈ എമൗണ്ട് should not be utilized until the forfeited shares are reissued. Forfeited shares reissue ചെയ്യുന്നത് വരെ ഈ എമൗണ്ട് യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് this should be shown by way of an addition to called up capital under liabilities in the balance sheet till the shares are reissued. ഷെയർസ് റീഇഷ്യൂ ചെയ്യുന്നത് വരെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കോൾഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഒരു എമൗണ്ടിനെ കാണിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഒരു പുതിയൊരു അക്കൗണ്ടിനെ പറ്റി പഠിച്ചു. ദാറ്റ് ഈസ് കോൾഡ് ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ട്. ദെൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് എങ്ങനെയൊക്കെയാണ്? നമുക്കറിയാം, ഷെയർസ് എപ്പോഴും 3 തരത്തിലാണ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്. എങ്ങനെയൊക്കെയായിരുന്നു? ഇഷ്യൂ അറ്റ് പാർ, ഇഷ്യൂ അറ്റ് പ്രീമിയം ആൻഡ് ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട്. ആൻഡ് യൂഷ്വലി ഫോർഫീറ്റർ എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുകയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആക്ച്വലി നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ നേരെ റിവേഴ്സ് എൻട്രീസ് ആണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് പറയുന്നത് വെൻ ഷെയർസ് ആർ ഫോർഫീറ്റഡ് വിച്ച് വേർ ഇഷ്യൂഡ് അറ്റ് പാർ. പാറിൽ ഇഷ്യൂ ചെയ്ത ഷെയർസിനെ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ എന്തുവാണ് എൻട്രി വരുന്നത്? ആൻഡ് ദ ജേർണൽ എൻട്രി വിൽ ബി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഷെയർ കോൾ അക്കൗണ്ട് ടു ഫോർഫീറ്റഡ് ഷെയർസ് ആണ് വരുന്നത്. ഷെയർ ക്യാപിറ്റലിൻ്റെ അവിടെ നമ്മൾ ഹോൾ എമൗണ്ട് എന്ത് ചെയ്യണം? കോൾഡ് അപ്പ് ചെയ്ത് ഹോൾ എമൗണ്ട് കാണിക്കണം. ഷെയർ അലോട്ട്മെൻറ്റിൻ്റെ നേരെ വിത്ത് ദ അൺപെയ്ഡ് എമൗണ്ട് ഓൺ അലോട്ട്മെൻറ്റ് ആൻഡ് ഷെയർ കോൾ അക്കൗണ്ടിൽ വിത്ത് ദ അൺപെയ്ഡ് എമൗണ്ട് ഓൺ കോൾ ആൻഡ് ഫോർഫീറ്റഡ് ഷെയർസിൽ വിത്ത് ദ എമൗണ്ട് പെയ്ഡ്. ആൻഡ് എപ്പോഴും ശ്രദ്ധിക്കണം, ഷെയർ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യുന്നത് കോൾഡ് അപ്പ് എമൗണ്ട് ആണ്, അല്ലാതെ നോമിനൽ ഓർ ഫേസ് വാല്യൂ ഷെയർസ് അല്ല.
അത് നമ്മൾ കുറച്ച് കോഷ്യസ് ആവണം. നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ നേരെ ഒരു ഓപ്പോസിറ്റ് റിവേഴ്സ് എൻട്രി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് നോട്ടിൽ എഴുതാം. ദാറ്റ് ഇസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഷെയർ കോൾ അക്കൗണ്ട് ടു ഫോർഫെയ്റ്റഡ് ഷെയർസ്. ഇതാണ് എൻട്രി. നമുക്ക് ടെക്സ്റ്റിൽ എക്സാമ്പിൾ നമ്പർ 9 ഒന്ന് ഡിസ്കസ് ചെയ്യാം. AB Limited issued 5,000 shares of 10 each at par payable as on application ₹3 per share or on allotment ₹2 per share, on first call ₹3 per share, on second and final call ₹2 per share. Mr. Raju was allotted 50 shares. Give the necessary journal entries relating to the forfeiture of shares in the following alternative cases. അതായത് AB കമ്പനി 5,000 ഷെയർസ് ഇഷ്യൂ ചെയ്തു. ഷെയർ പ്രൈസ് ₹10 ആണ്. application में 3 per share, for allotment 2 per share, on first call 3 and the final call ₹2. And മിസ്റ്റർ രാജുവിന് കമ്പനി അലോട്ട് ചെയ്തത് 50 ഷെയർസ് ആണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഫോർഫീച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് കേസസ് 3 കേസസ് നമ്മുടെ ടെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് കേസ് എന്താണ്? ഇഫ് രാജു ഫെയിൽ ടു പേ അലോട്ട്മെൻറ്റ് മണി ആൻഡ് ഹിസ് ഷെയർസ് വർ ഫോർഫീറ്റഡ്. അലോട്ട്മെൻറ്റ് മണി പേ ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ എൻട്രി വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രാജുവിന് എത്ര ഷെയർസാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്? 50 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എൻട്രി അറിയാം. നമുക്ക് എൻട്രി എങ്ങനെയാണ് വേണ്ടത്? നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഫോർഫീറ്റഡ് ഷെയർസ്. അതായത് ഷെയർ കോൾ എന്ന് പറയുമ്പോൾ അലോട്ട്മെൻറ്റ് മണി ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് എൻട്രിയിൽ നമ്മൾ ഷെയർ കോളിൽ എഴുതേണ്ട കാര്യമില്ല. അലോട്ട്മെൻറ്റ് മണി ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് മാത്രം കാണിക്കാം. നമ്മൾ എൻട്രിയിൽ പഠിച്ചത് ഒരു ജോയിൻറ്റ് എൻട്രിയാണ്, കമ്പൈൻഡ് എൻട്രി ആയിരുന്നു. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി പേ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എൻട്രി? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ട്, അല്ലെങ്കിൽ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് എന്നും എഴുതാം. ഇനി ഷെയർ ക്യാപിറ്റലിൻ്റെ അവിടെ ഏത് എമൗണ്ട് വേണമെന്നാണ് നമ്മൾ പഠിച്ചത്? വിത്ത് എമൗണ്ട് കോൾഡ് അപ്പ് എമൗണ്ട് ആയിട്ട് വേണം ഷെയർ ക്യാപിറ്റലിൻ്റെ അവിടെ എഴുതാൻ. ഷെയർ അലോട്ട്മെൻറ്റിൻ്റെ നേരെ എന്ത് ചെയ്യണം? വിത്ത് അൺപെയ്ഡ് എമൗണ്ട് ഓൺ അലോട്ട്മെൻറ്റ് ആൻഡ് ഷെയർ ഫോർഫീറ്ററിൻ്റെ അവിടെ വിത്ത് എമൗണ്ട് പെയ്ഡ്. ആൻഡ് അപ്പോൾ ഈ എക്സാമ്പിളിൽ എന്താണ് വരുന്നതെന്ന് ശ്രദ്ധിക്കൂ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അവിടെ 50 ഷെയർസാണ് അലോട്ട് ചെയ്തത്. എത്ര വരെയായിരിക്കും കോൾ ചെയ്തിട്ടുണ്ടായിരിക്കുക? അലോട്ട്മെൻറ്റ് മണി പേ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ ടിൽ അലോട്ട്മെൻറ്റ് മണി വരെയായിരിക്കും പേ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി വരെ പേ ചെയ്തു എന്ന് പറയുമ്പോൾ എപ്ലിക്കേഷൻ നമുക്കറിയാം ടോട്ടൽ പ്രൈസ് ഓഫ് എ ഷെയർ എന്ന് പറയുന്നത് 10 ആണ്. 10 പെർ ഷെയർ ആണ്. സോ എപ്ലിക്കേഷൻ 3 ആണ്, അലോട്ട്മെൻറ്റ് 2 ആണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി വരെ കോൾ ഫോർ ചെയ്തു എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് മണി പേ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അലോട്ട്മെൻറ്റ് മണി വരെ കോൾ ഫോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എത്ര റുപ്പീസ് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്? 3 + 2 5. 3 ഓൺ അപ്ലിക്കേഷൻ ആൻഡ് 2 ഓൺ അലോട്ട്മെൻറ്റ്. അങ്ങനെയാണ് ഷെയർ ക്യാപിറ്റലിൻ്റെ നേരെ നമ്മളെങ്ങനെ എഴുതണം? 50 × 5. 5 വരാനുള്ള കാരണം മനസ്സിലായല്ലോ അല്ലേ? 50 × 5 250. ദെൻ ടു ഷെയർ അലോട്ട്മെൻറ്റ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വിത്ത് ദ അൺപെയ്ഡ് എമൗണ്ട് ഓൺ അലോട്ട്മെൻറ്റ് ആണ് അല്ലേ. അൺപെയ്ഡ് പേ ചെയ്യാത്ത എമൗണ്ട്. എത്ര എമൗണ്ടാണ് പേ ചെയ്യാത്തത്? ഫെയിൽഡ് ടു പേ അലോട്ട്മെൻറ്റ് മണി എന്നാണ്. സോ 2 പെർ ഷെയർ. സോ 50 ഷെയർസാണ്. 50 × 2. ദെൻ ഷെയർസ് ഫോർഫീറ്റഡ്. അവിടെ എന്താണ് നമ്മൾ എമൗണ്ട് എങ്ങനെയാണ് എഴുതേണ്ടത്? വിത്ത് ദ എമൗണ്ട് പെയ്ഡ്. ഇറ്റ് ഈസ് എത്ര എമൗണ്ടാണ് പേ ചെയ്തിട്ടുണ്ടായിരിക്കുക? അപ്ലിക്കേഷൻ എമൗണ്ട് മാത്രമേ പേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ 50 × 3. ആൻഡ് നരേഷൻ എഴുതണം. ഫോർഫീച്ചർ ഓഫ് 50 ഷെയർസ് ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി. ഇത് ഫസ്റ്റ് കേസ്. ഇനി സെക്കൻഡ് കേസ് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? If Raju failed to pay allotment money and on his subsequent failure to pay the first call, his shares were forfeited. അതായത് അലോട്ട്മെൻറ്റ് മണി പേ ചെയ്തിട്ടില്ല, മാത്രമല്ല പിന്നെ എന്താണ് ഫെയിൽ ചെയ്തിരിക്കുന്നത്? ഓൺ ഹിസ് സബ്സിക്വൻറ്റ് ഫെയിലിയർ ടു പേ ദ ഫസ്റ്റ് കോൾ ഹിസ് ഷെയർസ് വർ ഫോർഫീറ്റഡ്. ഫസ്റ്റ് കോളും പേ ചെയ്തിട്ടില്ല, അപ്പോൾ ഷെയർസ് ഫോർഫീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. സോ ദ എൻട്രി വിൽ ബി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ടു ഷെയർ ഫോർഫീറ്റർ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ എത്ര എമൗണ്ടാണ് ഷെയർ ക്യാപിറ്റലിൻ്റെ എഴുതേണ്ടി വരുന്നത്? നമ്മൾ കോൾ ചെയ്തത് വരെ. ഇവിടെ കോൾ ചെയ്തിരിക്കുന്നത് അപ്ലിക്കേഷൻ മണി കോൾ ചെയ്തിട്ടുണ്ടാവും, അലോട്ട്മെൻറ്റ് മണി
കളക്ട് ചെയ്യാൻ കമ്പനി പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓൾസോ ഫസ്റ്റ് കോളും കൂടിയും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഫസ്റ്റ് കോളും കൂടി കോൾ ചെയ്തു എന്ന് മനസ്സിലാക്കുന്നത് അവിടെ സെൻറ്റൻസ് ഉണ്ടോ, ഓൺ ഹിസ് സബ്സിക്വൻറ്റ് ഫെയിലിയർ ടു പേ ദ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫസ്റ്റ് കോൾ ചെയ്തുകൊണ്ടാണല്ലോ ഫസ്റ്റ് കോൾ പേ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അലോട്ട്മെൻറ്റ് മണി ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെൻറ്റ് മണി, അതുപോലെ കോൾ മണി, ഫസ്റ്റ് കോൾ മണി കമ്പനി കളക്ട് ചെയ്തിട്ടുണ്ടാവും. സോ ആപ്ലിക്കേഷൻ മണി 3 ആണ്, അലോട്ട്മെൻറ്റ് മണി 2 ആൻഡ് ഫസ്റ്റ് കോൾ 3. അപ്പോൾ 3 + 2 5, 5 + 3 8. അങ്ങനെയാണ് 8 വന്നത്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് അവിടെ 15 to 8 ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിൽ എന്താണ് എഴുതേണ്ടത്? വിത്ത് ദ അൺപെയ്ഡ് എമൗണ്ട് ഓൺ അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റിൻ്റെ റുപ്പി 2 per share ആണ്. സോ 15 to 2. ആൻഡ് 2 ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എത്രയാണ് റുപ്പീസ് പെർ ഷെയർ ആണ്? റുപ്പീസ് 3 per share. സോ 15 to 3. ദെൻ 2 ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഓർ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട്. അവിടെ നമ്മൾ എഴുതേണ്ടത് വിത്ത് ദ എമൗണ്ട് പെയ്ഡ്. എമൗണ്ട് പേ ചെയ്തത് ആപ്ലിക്കേഷൻ മണിയായ 3 മാത്രമാണ്. സോ 15 to 3 150. അങ്ങനെയാണ് കേസ് 2ൻ്റെ എൻട്രി വരുന്നത്. ഓൾസോ നമ്മൾ നരേഷൻ എഴുതാൻ മറക്കരുത്. ദാറ്റ് ഈസ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ആൻഡ് ഫസ്റ്റ് കോൾ മണി. ആൻഡ് ദ തേർഡ് സിറ്റുവേഷൻ പറയുന്നത്, if Raju failed to pay the first call and on his subsequent failure to pay the final call and his shares were forfeited. അതായത് എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ഫസ്റ്റ് കോളും ഫൈനൽ കോളും പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. ആപ്ലിക്കേഷൻ മണിയും അലോട്ട്മെൻറ്റ് മണിയും വരെ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതായത് മൊത്തം ഫൈനൽ കോൾ വരെ കമ്പനി കോൾ ഫോർ ചെയ്തു എന്നാണ് അർത്ഥം. സോ എൻട്രി വരുന്നത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ടു ഷെയർ സെക്കൻഡ് കോൾ ആൻഡ് ഫൈനൽ കോൾ ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ആൻഡ് ഷെയർ ക്യാപിറ്റലിൻ്റെ അവിടെ എല്ലാ കോളും വിളിച്ചതുകൊണ്ട് 10 rupees ആണ്. സോ 15 to 10 500. ദെൻ ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എത്ര വരും? ഫസ്റ്റ് കോളിൻ്റെ റുപ്പി 3 rupee per share ആണ്. സോ 15 to 3. ആൻഡ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിന് 2 rupees per share ആണ്. സോ 15 to 2. ആൻഡ് ഷെയർ ഫോർഫീറ്റഡ് വിത്ത് എമൗണ്ട് പെയ്ഡ് ദാറ്റ് ഈസ് 5. അലോട്ട്മെൻറ്റ് മണിയും പേ ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ മണിയും പേ ചെയ്തിട്ടുണ്ട്. സോ 3 + 2 3 for application and 2 for allotment. സോ 3 + 2 5 15 to 5 എന്ന് വരും. ദെൻ നമ്മളവിടെ നരേഷൻ കൊടുക്കാൻ മറക്കരുത്. ഫോർഫീച്ചർ ഓഫ് 50 shares ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് കോൾ മണി ആൻഡ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണി. ആൻഡ് ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ആൻഡ് ഇങ്ങനെയാണ് നമ്മൾ ഷെയർസ് പാർലി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ആണെങ്കിൽ നമ്മൾ ഫോർഫീച്ചർ ചെയ്യുമ്പോഴുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റാണ് നമ്മളിവിടെ കണ്ടത്. ആൻഡ് ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ. Star Limited issued 10,000 shares of 10 each at par payable as on application rupees 3 per share, or allotment 2 per share, on first call 3 per share, and on second and final call rupees 2 per share. Mr. Will was allotted 100 shares. പിന്നെ 3 കേസസും കൊടുത്തിട്ടുണ്ട്. ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആൻസർ ഇന്ന് തന്നെ നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. താങ്ക് യു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ആയിട്ട് കോൺടാക്റ്റ് ചെയ്യാം.